ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖലയ സുൽഫത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയാണെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഇവിടെ നല്ല അസാധ്യം ചൂടാണ്, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അടുത്ത മാസമൊക്കെ ആകുമ്പോൾ പീക്ക് ലെവലിൽ എത്തും എന്നാണ് പറയുന്നത്. ഈ വീടിനുള്ളിൽ ഇരുന്നത് പോലെ നമുക്ക് ഇത്ര അധികം ടൈർനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഇന്ന് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലും അതുപോലെ തന്നെ ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്നവരുണ്ടല്ലോ, ഈ തലഭാത്തിലൂടെയൊക്കെ ജോലി ചെയ്യുന്നവർ, അവർക്ക് എന്തായാലും പുറത്തിറങ്ങിയല്ലേ പറ്റുള്ളൂ. അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് അപ്പോൾ ആലോചിച്ച് നോക്കണം. എല്ലാവരും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്, പ്രവാസികൾ. അപ്പോൾ ക്ലൈമറ്റ് അങ്ങനെയാണ് ഇവിടെ. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ജൂലൈ 1 ഒക്കെ ആകുമ്പോൾ സ്കൂളൊക്കെ ക്ലോസ് ചെയ്യും. പിന്നെ ഗവൺമെൻറ് തന്നെ ഇവിടെ നിയമം കൊണ്ടുവരും, ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ ഔട്ട്ഡോർ ജോലി ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമം കൊണ്ടുവരും. പിന്നെ ഈ ചൂടത്ത് നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കുടിക്കുക. AC യൂസ് ചെയ്താലും നമ്മളെ ബോഡി ഡ്രൈ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അത്രയും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് കുടയോ അല്ലെങ്കിൽ സൺസ്ക്രീനോ സൺഗ്ലാസ് ഇങ്ങനത്തെ സാധനമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ മാക്സിമം നട്ടുച്ച സമയത്തൊന്നും പുറത്തിറങ്ങാതിരിക്കുക, കൊച്ചു കുട്ടികളൊന്നും പുറത്തോട്ട് കൊണ്ടുപോകാതിരിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക, അത് തന്നെയാണ് മാക്സിമം. പിന്നെ ജസ്റ്റ് ഒരു കാര്യം, ഒരു സാധനം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ്. വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഞാൻ ഇത് അൺബോക്സിങ് ഒന്നുമല്ല, ഞാൻ ബോക്സൊക്കെ പൊട്ടിച്ച് സാധനം നോക്കിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഗ്ലാസ് പോട്ടാണ്. നമ്മൾ വീഡിയോയിലും റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഗ്ലാസ് പോട്ട്. ഇത് ഷെഫ്ലിൻ്റെ ഒരു ഗ്ലാസ് പോട്ടാണ്. ഇതിൻ്റെ പല ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗ്ലാസിൻ്റെ തന്നെ. അല്ല, നമുക്ക് നോർമലി ഒരു പോട്ട് പോലെ വന്നിട്ട് അതിൽ നമുക്ക് വെജിറ്റബിളും മുട്ടയൊക്കെ അതുപോലെ നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഉള്ള പോട്ടുണ്ട്. ഇത് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ്. ഇത് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. ഇതിൽ നമുക്ക് ചായക്ക് തിളപ്പിച്ചിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് ലുലു എന്നാണ് ഞാൻ വാങ്ങിച്ചത്. 27 dirhams അങ്ങനെ എന്തോ ആണ്. നല്ല ഓഫറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. നല്ല പ്രൈസിന് അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും. ഡേ ടു ഡേയിലും സഫാരിയിലൊക്കെ ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ലുലു എന്നാണ് വാങ്ങിയത്. പിന്നെ ഗ്ലാസ് ആണ്, പേടിക്കേണ്ട. ഇത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സ്റ്റൗവിൽ വെക്കണമുണ്ടോന്നും യാതൊരു പ്രശ്നമില്ല. പൊട്ടൊന്നും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നാട്ടിൽ ഇതിന് 1000 രൂപ അങ്ങനെ എന്തോ ആണ് വരുന്നതെന്ന് തോന്നുന്നു. നാട്ടിലത്തെ പ്രൈസ് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ നിന്ന് ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ഇത് അരിപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിനകത്താണ് നമ്മൾ ചായപ്പൊടിയും അതുപോലെ മിൻറ്റ് അതുപോലെ ജിഞ്ചറൊക്കെ ഇടുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഇട്ടിട്ട് നമ്മൾ ഇതിൽ വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം ചായ ഇങ്ങനെ സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. കാണാനൊക്കെ ക്യൂട്ടല്ലേ. അപ്പോൾ നമുക്കിതിലെങ്ങനെ ചായ ഇടണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇതാ പോട്ട് നമ്മൾ ഫസ്റ്റിൽ യൂസ് ചെയ്യണമല്ലേ, അതുകൊണ്ട് നന്നായിട്ട് ഇതാ കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിലോട്ട് വയ്ക്കാം. നമുക്ക് ഫസ്റ്റിൽ ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ സാധനം അതിലോട്ട് വെച്ച് കൊടുക്കാം. ഗ്ലാസ്സിലല്ലേ, ഗ്ലാസിൻ്റെ പോട്ടായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. പൊട്ടോ ഇല്ലയോ, നിങ്ങളടുത്ത് ഞാൻ പൊട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ പൊട്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം വെച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഇത് നല്ല രീതിയിൽ വെള്ളം ഇത് തിളച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, സൈഡിൽ കൂടെ ഇങ്ങനെ ആവി പറക്കുന്നത്. നമുക്ക് ഇതിലോട്ട് അപ്പം ചായപ്പൊടിയും, ഞാൻ ഏലക്കയാണ് എടുത്തത്, ഏലക്കയും കൂടെ നമുക്ക് ആ അരിപ്പ പോലത്തെ സാധനത്തിനുള്ളിൽ ഇട്ട് കൊടുക്കാം. ചായ ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.